കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പനച്ചിക്കാട് യൂണിറ്റിലെ സാംസ്കാരിക വേദി, വനിതാവേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എം.ഡി. വാസുദേവൻ നായർ അനുസ്മരണവും ലോക വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു. പരുത്തുംപാറ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സിനിമാ താരവും നിർമ്മാതാവുമായ പ്രേം പ്രകാശ് നിർവഹിച്ചു. മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് എം.ഡിയുടേതെന്ന് പ്രേം പ്രകാശ് പറഞ്ഞു. നേരിട്ട് പരിചയമുണ്ടായിരുന്നുവെങ്കിലും ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കുവാനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓളവും തിക്കും പോലുള്ള സിനിമകൾ വളരെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എം.ജി. സാറിൻ്റെ. രചനയിലായാലും അത് ഡയറക്ഷനിലാണെങ്കിലും ചെറുകഥകളും അതുപോലെ നോവലുകളും തിരക്കഥകളും. ആ തിരക്കഥകളൊക്കെ മലയാളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് എം.ടിയുടെയും പത്മരാജൻ്റെയുമാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. എഴുത്തിലും സംവിധാനത്തിലും തിരക്കഥയിലുമെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന സംഭാവനകൾ ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്നും പ്രേം പ്രകാശ് പറഞ്ഞു. BCM കോളേജ് മുൻ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഡെയ്സി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ TN പരമേശ്വരക്കുറുപ്പ് അധ്യക്ഷനായി. NB കമലാസനൻ, ഭുവനേശ്വരി അമ്മ, കുറിച്ചി സദൻ, പുരുഷോത്തമൻ നായർ, K ദേവകി, PP നാണപ്പൻ, ജോയി കുര്യൻ തുടങ്ങിയവരും സംസാരിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഉമാദേവി ടീച്ചറിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീപക്ഷമെന്നോ സ്ത്രീ സമത്വമെന്നോ ശാക്തീകരണമെന്നോ ഒക്കെ പറഞ്ഞു വരുന്ന ഈ സംഭവങ്ങളിലൊന്നും സത്യത്തിൽ അതൊരു ഫൂളിഷ്നെസ്സാണ്. കാരണം ഇതെല്ലാം ഈ പറഞ്ഞ പല കാര്യങ്ങളിലും പല ക്വാളിറ്റീസിലും പുരുഷനേക്കാൾ ഒന്നുകൂടെ മികച്ചു നിൽക്കുന്നത് സ്ത്രീ തന്നെയാണ്. അത് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ, എന്ത് എന്താ പറയുക സംഘർഷങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ കൂടുതൽ ശക്തിയും കൂടുതൽ കഴിവും ഈശ്വരൻ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീക്കാണ്. അത് പിരിക്കുന്ന പുരുഷന്മാരെ സമ്മതിക്കണം. കാരണം ഏത് കാര്യത്തിലും പുരുഷനേക്കാൾ മികവും സ്ത്രീക്ക് തന്നെയാണ്. അപ്പൊ പിന്നെ ഇതിനു വേണ്ടിയിട്ടൊക്കെ എന്തിനാണ് നമ്മൾ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ഞാൻ ചിലപ്പോൾ പക്ഷെ ഉണ്ട്. ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീപക്ഷം, ഫെമിനിസം കൂടുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഫെമിനിസം എന്ന വാക്ക് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ഒപ്പം എത്തണം, അവൻ്റെ എല്ലാ അവകാശങ്ങളും ഒപ്പം നേടിയെടുക്കണം, അവൻ്റെ തലക്കേറിയിരിക്കണം, ഇങ്ങനെയുള്ള ചില അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ ഫെമിനിസം അല്ല. യഥാർത്ഥ ഫെമിനിസം എൻ്റെ അഭിപ്രായത്തിൽ അതൊരു തരം പ്രതിഷേധമാണ്. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ടല്ലോ. സ്ത്രീയായി പോയതുകൊണ്ട് നമ്മൾ അവഗണിക്കപ്പെടുന്ന ചില ഫീലിങ്സ് ഉണ്ട്. സ്ത്രീയായി പോയതുകൊണ്ട് ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പുരുഷനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കും. പക്ഷെ സ്ത്രീയായി പോയതുകൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു കൾച്ചർ, ഒരു രീതിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ കഴിവുകൾ, സ്വന്തം കഴിവുകളെ മനസ്സിലാക്കിയിട്ട് അതിനെ പുറത്തെടുക്കാനും അതിനെ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുത്താനും സ്ത്രീക്കും സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം കിട്ടാത്തതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം ഫെമിനിസം.